ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ശ്രേഷ്ഠരായ വൈദികരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ ദൃശ്യശ്രാവ്യ പരിധിയിൽ ലോകം മുഴുവനും ഈ കുർബാനയിൽ സംബന്ധിക്കുന്ന എല്ലാ വാത്സല്യമുള്ളവരുമേ, കേരളം വലിയ പ്രളയ ഭീഷണിയിൽ നമ്മുടെ സഹോദരങ്ങൾ അനേകം പേർ കഷ്ടപ്പെടുന്ന സന്ദർഭത്തിൽ അവരെ ദൈവസന്നിധിയിൽ ഓർക്കുവാനും അവരുടെ വേദനകൾ, അവരുടെ നഷ്ടങ്ങൾ കുറയ്ക്കുന്നതിന് നമ്മളാലാവുന്ന വിധത്തിലുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനുള്ള മനസ്സ് നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങൾ അമ്മ മാസങ്ങളാണ്. പരിശുദ്ധയായ മാതാവിൻ്റെ സ്മരണ കൊണ്ട് ലോകം മുഴുവനും ആ സ്മരണയിൽ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്ന സന്ദർഭമാണ്. പ്രത്യേകിച്ച് ഈ ആഴ്ച കർത്താവിൻ്റെ മറുരൂപ പെരുന്നാളും അതുപോലെ തന്നെ മലങ്കര സഭയ്ക്ക് ഒരിക്കലും മറക്കുവാൻ അസാധ്യമായ ധീരമായ നേതൃത്വം നൽകിയ ധർമ്മയോഗിയായ അലക്സിയോസ് മാർ തെവോദോസ്യോസ് തിരുമേനിയുടെ ഓർമ്മയും ഈ ആഴ്ചയിൽ നാം കൊണ്ടാടുകയാണ്. പരിശുദ്ധയായ മാതാവിനെക്കുറിച്ച്, ആ അവദാനങ്ങളെക്കുറിച്ച് ഒരുപാട് നമ്മൾ വർണ്ണിക്കാറുണ്ട്. ശാന്തയായിരുന്നു, സുന്ദരിയായിരുന്നു, വിനീതയായിരുന്നു, അനുസരണമുള്ളവളായിരുന്നു. ഇതെല്ലാം ആ സ്വഭാവത്തിന് അനുയോജ്യമായ വിധത്തിൽ നാം പ്രസംഗിക്കാറുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായി പൗരസ്ത്യ സഭ അടിവരയിട്ട് പറയുന്നത് അവൾ ദൈവമാതാവാണ് എന്നുള്ളതാണ്. അതിൽ യാതൊരു കുറവും കൂടാതെ മറിയാം ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചു എന്ന് പറയുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് മാതാവിനോടുള്ള നമ്മുടെ ആദരവും ഭക്തിയും ഒക്കെ പ്രകടിപ്പിക്കുന്നത്. നമ്മുടെ ചുറ്റും പല വിധത്തിൽ മാതാവിനെ കരുതുന്നവരും മനസ്സിലാക്കുന്നവരുമുണ്ട്. എന്നാൽ പൗരസ്ത്യ സഭ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കാതെ കേവലം മാതാവിനോടുള്ള ഒരു ആരാധനയായി നമ്മുടെ ജീവിതം പരിണമിക്കുകയല്ല. മനുഷ്യവർഗത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സംഭാവന നൽകി നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിന് രംഗഭൂമിയാകുവാൻ തക്കവണ്ണം ഈ വീഴ്ചയുള്ള നമ്മുടെ മനുഷ്യത്വത്തെ ശുദ്ധീകരിച്ച് അവളിൽ ഒന്നായി തീർന്ന് ആ ജഡധാരണം സംഭവിക്കുവാനായി ഞാൻ കർത്താവിൻ്റെ ദാസി, ഇതിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് സമർപ്പിച്ച ഒരു മഹിളാരത്നമാണ്. ആ സമർപ്പണമാണ് മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് നിദാനമായ മനുഷ്യാവതാരം യാഥാർത്ഥ്യമായത്. ദൈവത്തിനെല്ലാം സാധ്യമാണ് എങ്കിലും ദൈവം എപ്പോഴും മനുഷ്യൻ്റെ സഹകരണം, മനുഷ്യൻ്റെ അനുസരണം, മനുഷ്യൻ്റെ വിവേകത്തോടു കൂടിയുള്ള കൂടിച്ചേരൽ എപ്പോഴും പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വരുമ്പോഴാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. അത് ദൈവത്തിൻ്റെ ഓരോ അത്ഭുതത്തിലും, പുതിയ നിയമത്തിലും പഴയ നിയമത്തിലുമൊക്കെ ബലഹീനരായ മനുഷ്യരെ ഉപയോഗിച്ചുകൊണ്ട് അവരെ അനുഗ്രഹീതമായ ഉന്നത നിലയിലേക്ക് ഉയർത്തുവാൻ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നു. ആ നിലയിൽ എല്ലാ അത്ഭുതങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു അത്ഭുതമാണ് കർത്താവിൻ്റെ മനുഷ്യാവതാരം. അപരിമിതനായ ദൈവം, സർവശക്തനായ ദൈവം, സർവവ്യാപിയായ ദൈവം നമുക്ക് വേണ്ടി ഈ ബലഹീനമായ മനുഷ്യത്വം തൻ്റെ സ്വന്തമാക്കുവാൻ അവൻ തിരഞ്ഞെടുത്ത ഒരു മഹിളാരത്നമാണ്. അവളിൽ നിന്നാണ് നമ്മുടെ മനുഷ്യത്വത്തെ ദൈവം തൻ്റെ സ്വന്തമാക്കി തീർത്തത്. ആ സ്വന്തമാക്കി തീർക്കുന്ന മനുഷ്യാവതാരം യാഥാർത്ഥ്യമാക്കി തീർക്കുവാൻ തക്കവണ്ണം പരിപൂർണമായി സമർപ്പിതമായി തീർന്നു എന്നുള്ളതാണ്. യുഗകാലങ്ങളിലൊക്കെയും അന്വേഷിച്ച് അതുപോലെയുള്ള പരിപൂർണ സമർപ്പണം പ്രതീക്ഷിച്ച് അങ്ങനെ പരിശുദ്ധയായ മാതാവിൽ നിന്ന് ആ സമർപ്പണം ലഭിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ എല്ലാം രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള മനുഷ്യാവതാരം ഒരു യാഥാർത്ഥ്യമായി. ആയതുകൊണ്ട് നമ്മെപ്പോലെ മനുഷ്യനായി തീർന്ന നമ്മുടെ കർത്താവ് നമ്മെ ഭയപ്പെടുത്തുന്ന മരണത്തെ താൻ രുചിച്ചു.
മരണമില്ലാത്തവൻ നമുക്ക് വേണ്ടി മരണം രുചിച്ചു. പാതാളത്തിൽ മരണഭീതിയിലായി അടിമത്തത്തിലായിരുന്നവർക്കൊക്കെയും വിമോചനം സുവിശേഷിക്കുവാൻ തക്കവണ്ണം പാതാളത്തിലേക്ക് ചെന്ന് ആദാമിനെയും അവൻ്റെ മക്കളെയും പഴയ മഹത്വത്തിലേക്ക് വീണ്ടെടുക്കുകയാണ്. ആ ഒരു വലിയ രക്ഷാകരമായ ധർമ്മത്തിൽ നിർണായകമായ ഒരു പങ്ക് വഹിച്ച മഹിളാരത്നമാണ് പരിശുദ്ധയായ മാതാവ്. അത് പഴയ നിയമത്തിലെ എല്ലാ വിശുദ്ധന്മാരും ഇനി ഉണ്ടാകാൻ പോകുന്ന എല്ലാ വിശുദ്ധന്മാരെയും ഒക്കെ നോക്കിയാൽ മാതാവ് അതിലേറ്റവും ശ്രേഷ്ഠമായി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് പൗരസ്ത്യ ആരാധനയിൽ എപ്പോഴും പരിശുദ്ധയായ മാതാവിൻ്റെ മധ്യസ്ഥത പ്രഥമമായി നാം അർഹിക്കുന്നത്. മാതൃവിശുദ്ധ സ്മൃതി സംബന്ധം. മാതാവ് വിശുദ്ധന്മാർ വാങ്ങിപ്പോയവർ ഇവർ നമ്മോട് ചേർന്ന് ആരാധിക്കും. ആ വലിയ സംഘത്തിൽ ബലഹീനരായ നമ്മളും സമ്മേളിക്കുകയാണ്. ആയതുകൊണ്ട് ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ നമ്മുടെ എല്ലാ ദേവാലയങ്ങളിലും മാതാവിൻ്റെ പുകഴ്ചകളെ വർണ്ണിക്കുമ്പോൾ, അപദാനങ്ങളെ കീർത്തിക്കുമ്പോൾ, അവൾ ദൈവമാതാവാണ്, ഈ മനുഷ്യാവതാരം യാഥാർത്ഥ്യമാകുവാൻ തക്കവണ്ണം ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ആ മനുഷ്യാവതാരം മനുഷ്യപുത്രന് യാഥാർത്ഥ്യമാക്കുവാൻ അനുഗ്രഹീത വയലായി തീർന്ന പരിശുദ്ധയായ മാതാവ്. ആ മാതാവിൻ്റെ മധ്യസ്ഥത നമുക്കെപ്പോഴും അനുഗ്രഹമാണ്. ആവശ്യപ്പെടാതെ തന്നെ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിക്കുവാൻ തക്കവണ്ണം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അതൊന്നും വലിയ പ്രസക്തമല്ലല്ലോ എന്ന് പറഞ്ഞെങ്കിലും സമയമായില്ലെങ്കിലും പരിശുദ്ധയായ മാതാവിൻ്റെ ആ മധ്യസ്ഥത നമുക്കവിടെ കാണുവാൻ സാധിക്കും. അത് കുരിശിൻ്റെ ചൂട്ടിൽ വരെയും ഒരു നിഴല് പോലെ പരിശുദ്ധയായ മാതാവ് നിലകൊണ്ടു. ആ മാതാവിനെ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനെ ഭരമേൽപ്പിക്കുമ്പോൾ സഭയുടെ പ്രതിനിധിയായിട്ടാണ് യോഹന്നാൻ ശ്ലീഹ പരിശുദ്ധയായ മാതാവിനെ സ്വീകരിക്കുന്നത്. എല്ലാ ദേവാലയവും കൂദാശ ചെയ്യുന്ന പരിശുദ്ധയായ മാതാവിൻ്റെ നാമധേയത്തിലാണ്. കാരണം ദൈവം മനുഷ്യനായി തീരുവാൻ മുഖാന്തരമായ ഒരു രംഗഭൂമിയാണ്. ആയതുകൊണ്ട് സകല വിശുദ്ധരും ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് പരിശുദ്ധയായ മാതാവ് നമ്മുടെ ഏറ്റവും വലിയ മധ്യസ്ഥതയായി നിൽക്കുകയാണ്. അത് കേവലം വാക്കുകളിലൂടെ മറിയാം നിന്നെ പ്രസവിച്ചു, യോഹന്നാൻ നിനക്ക് മാമോദീസ നൽകിയെന്ന ചരിത്രപരമായ ചില പ്രഖ്യാപനങ്ങളല്ല. ആ പ്രഖ്യാപനങ്ങളിലൂടെ നമുക്ക് കരഗതമായ ആ വലിയ രക്ഷാകരമായ അനുഭവത്തിൻ്റെ വലിയ പ്രോക്താക്കളായി, പ്രായോജകരായി, പ്രഖ്യാപകരായി നാം ഓരോ ആരാധനയിലും മാറുകയാണ്. അതുകൊണ്ടാണ് ആരാധന ആരംഭിക്കുമ്പോൾ ലോകമൊക്കെയുമുള്ള പൗരസ്ത്യ സഭകൾ പരിശുദ്ധയായ മാതാവിൻ്റെയും അവന് മാമോദീസ നൽകിയ യോഹന്നാൻ്റെയും മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് അവരുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് കോട്ടയായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരാധന ആരംഭിക്കുന്നത്. ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്തിൽ 2 ചെറിയ ഉപമകളുണ്ട്. ഓരോ ലൈൻ മാത്രമേ ഉള്ളൂ. വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധി. മധ്യപൂർവ്വ ദേശത്തെ ഏറ്റവും സുരക്ഷിതമായി വിലയേറിയ സാധനങ്ങൾ സൂക്ഷിക്കുന്നത് നിലത്ത് കുഴിച്ചിടുകയായിരുന്നു. അന്ന് ബാങ്കോ ലോക്കറോ ഒന്നുമില്ലായിരുന്നു. 10 താലന്ത് ലഭിച്ചവനും 5 താലന്ത് ലഭിച്ചവനും ഒക്കെ വ്യാപാരം ചെയ്തെങ്കിൽ 1 ലഭിച്ചവൻ അത് കുഴിച്ചിട്ടു. പ്രത്യേകിച്ച് 1947 ചാവുകരൾ ചുരുൾ കണ്ടെത്തിയപ്പോൾ അതിലെ കോപ്പർ സ്ക്രോളിൽ യെരുശലേമിലും ചുറ്റുപാടും നിധികൾ കുഴിച്ചിട്ടതിൻ്റെ രേഖകൾ അതിലുണ്ട് എന്ന് കരുതി ട്രഷർ ഹണ്ടേഴ്സ് ഇപ്പോഴും പല സ്ഥലങ്ങളും കുഴിച്ചെടുക്കാറുണ്ട്. ആ നിധി കുഴിച്ചിടുകയാണ്. അത് കണ്ടെത്തിയ മനുഷ്യൻ വലിയ സന്തോഷത്തോടെ തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങി. അതിൻ്റെ വില കൊടുത്ത് വാങ്ങിയെന്നല്ല ഇവിടെ പറയുന്നത്. വലിയ സന്തോഷത്തോടെ തനിക്കുള്ളതെല്ലാം വിറ്റ് അത് സ്വന്തമാക്കി. രണ്ടാമത്തെ ലൈനിൽ പറയുന്നത് നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരി. ആ വ്യാപാരി വളരെ ബുദ്ധിമാനും വളരെ എക്സ്പേർട്ടുമാണ്. അദ്ദേഹം വിലയേറിയ മുത്ത് കണ്ടെത്തിയപ്പോൾ അത് വിൽക്കുന്നയാളിന് അതിൻ്റെ വില അറിയുകയില്ല. അവൻ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ്
ആ വിലയേറിയ മുത്ത് സ്വന്തമാക്കി. പരിശുദ്ധയായ മാതാവ് അതുപോലെ വിലയേറിയ മുത്ത് കണ്ടെത്തി, വിലയേറിയ നിധി കണ്ടെത്തി. ഈ മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി അവളെ തന്നെ സമർപ്പിച്ചതുപോലെ നമ്മുടെയൊക്കെ മാനുഷിക ജീവിതത്തിൽ നമ്മൾ എന്തിനാണ് വില കൊടുക്കുന്നത്? വിലയേറിയത് കണ്ടെത്തുവാനായിട്ട് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരെല്ലാം അവരുടെ പഴയ ജോലിക്ക് പോയപ്പോൾ അവരെ ഒരു ഭൂതമായിട്ടാണ് കർത്താവിനെ കണ്ടത്. പക്ഷേ യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു, അത് നമ്മുടെ കർത്താവാണ്. ടു റിയലൈസ് ആൻഡ് റെക്കഗ്നൈസ് വാട്ട് ഈസ് പ്രഷ്യസ്, ഏറ്റവും വിലയേറിയതെന്ത് എന്ന് തിരിച്ചറിയുവാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതം ശ്രേഷ്ഠമാകും. നമ്മുടെ ഈ ഓട്ടം നടക്കുകയിൽ നമ്മൾ വിലയേറിയതൊന്നും കണ്ടെത്തുന്നില്ല. വില കുറഞ്ഞതിന് വേണ്ടി നമ്മുടെ ജീവനെ ഹോമിക്കുമ്പോൾ അവസാനമാണ് നമ്മൾ തിരിച്ചറിഞ്ഞ് ഞാൻ എന്തിനാണ് ഇതിനെല്ലാം ഓടിയത്, ഞാൻ എന്തിനാണ് ഇതെല്ലാം ശേഖരിച്ചു വച്ചിരിക്കുന്നത്, വിലയേറിയത് കണ്ടെത്തുവാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് വിലപിക്കുവാൻ ഒരിക്കലും ഇടയാകരുത്. അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. അത് കണ്ടെത്തുവാനും അത് കരഗതമാക്കുവാനും ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കും. അതോടൊപ്പം തന്നെ ഈ ആഴ്ചയിൽ ഓർക്കുന്ന ഒരു പുണ്യപിതാവാണ് ബഥനിയാശ്രമത്തിൻ്റെ സ്ഥാപകരിൽ ഒരാളായ അലക്സിയോസ് മാർ തെവോദോസിയോസ് തിരുമേനി. അദ്ദേഹം മലങ്കര സഭയ്ക്ക് ചെയ്ത സംഭാവനകൾ, അനുഗ്രഹീതമായ ഒരു ആശ്രമം ഉണ്ടാക്കി ഭാരതീയമായ രീതിയിൽ അതിനെ ചിട്ടപ്പെടുത്തി അതിനെ വളർത്തിക്കൊണ്ടുവന്നു എന്നതിനേക്കാൾ ഉപരിയായി അവികസിതമായ കൊല്ലം ഭദ്രാസനവും അതിനുശേഷം ബാഹ്യകേരള ഭദ്രാസനവും അതിനുശേഷം വളരെ അന്തർദേശീയമായ പല സമ്മേളനങ്ങളിൽ പങ്കെടുത്തു. കൊല്ലം ഭദ്രാസനം പിന്നെ 5 ഭദ്രാസനമായി വിഭജിക്കപ്പെട്ടു. ബാഹ്യകേരള ഭദ്രാസനം 7 ഭദ്രാസനമായി വിഭജിക്കപ്പെട്ടു. ഇന്ത്യക്ക് പുറത്തുള്ള ഭദ്രാസനങ്ങൾ 3ഓ 4ഓ ആയി വിഭജിക്കപ്പെട്ട് വളർന്നു വലുതാകുന്നു. അങ്ങനെ വലിയൊരു ഭൂമികയിൽ നിന്നുകൊണ്ട് മലങ്കര സഭയ്ക്ക് വേണ്ടി അധ്വാനിച്ചൊരു പിതാവാണ്. മലയാ, സിംഗപ്പൂര്, അതുപോലെ തന്നെ ഡൽഹി, ബോംബെ, കൽക്കട്ട ഇതുപോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ സഭയുടെ നാമ്പ് ഉയർത്തുവാൻ തക്കവണ്ണം അധ്വാനിച്ച ഒരു പിതാവാണ്. ആംസ്റ്റർഡാമിലും അതുപോലെ തന്നെ ഗ്ലാസ്ഗോയിലും എഡിൻബറോയിലും ഒക്കെയുള്ള അന്തർദേശീയ മീറ്റിങ്ങുകളിൽ മലങ്കര സഭയുടെ അംബാസിഡറായി പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നതല്ല, അദ്ദേഹത്തിൻ്റെ നിലപാടുകളുടെ നൈർമല്യം മലങ്കര സഭയെ വലിയൊരു വിപത്തിൽ നിന്ന് രക്ഷിച്ച കാര്യമാണ്. 1941 ആലുവ വട്ടമേശ സമ്മേളനത്തിൽ എല്ലാവരും വീണ്ടും പട്ടമേക്കുവാനായിട്ട് തയ്യാറാകുന്ന ഒരു സന്ദർഭത്തിൽ, അതുപോലെ തന്നെ 1950 ചിങ്ങമനം വട്ടമേശ സമ്മേളനത്തിലും പരിപൂർണമായി സമാധാനത്തിന് വേണ്ടി വിധേയപ്പെടുവാൻ സമ്മതിച്ചപ്പോഴും എല്ലാവരും സമ്മതിച്ചപ്പോൾ കൃഷകാത്രനായ തെവോദോസിയോസ് തിരുമേനി ചാടി എണ്ണീച്ച് പറഞ്ഞു, ഞാൻ പഴയ ചാണ്ടിയായി മരിച്ചാലും ഒരു പട്ടിയെപ്പോലെ എന്നെ കുഴിച്ചിടേണ്ടി വന്നാലും സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഒരു സഭയിൽ അംഗമായിരിക്കുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞ് അന്നത്തെ യുവജനങ്ങളൊക്കെ തടുത്തം പിടിച്ചെങ്കിലും അതിനെയൊക്കെ അതിലംഘിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ കാഹളമൂതിക്കൊണ്ട് പുറത്തു വന്നത്. അന്ന് ആ സംഭവം നടന്നിരുന്നെങ്കിൽ എന്നും മലങ്കര സഭയ്ക്കൊരു കണ്ടകോടാലിയായി. അതിനെ കണ്ടാഭരണമാക്കി മാറ്റുവാൻ തക്കവണ്ണം ശക്തമായ നിലപാടുകൾ എടുക്കുകയും അതിനുവേണ്ടി നിലകൊണ്ട് ബാക്കി എല്ലാവരെയും അതിലേക്ക് ആനയിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഒരു സഭ. നമുക്ക് ഈ കേരളത്തിലെ സഭകളെല്ലാം പോർച്ചുഗീസുകാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, ഇംഗ്ലീഷുകാരായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, റോമക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, അന്ത്യോഖ്യയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ ബന്ധപ്പെടലിലെല്ലാം അതിൻ്റെ ഒരു ബൈ പ്രൊഡക്ട്സ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അവരോട് ആരോടും നമുക്ക് വെറുപ്പോ വിദ്വേഷവുമില്ല. ഈ സഭ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്? ഈ സഭ സ്വതന്ത്രമാണ്. ഈ സഭ റോമിനോടും അന്ത്യോഖ്യയോടും അതുപോലെയുള്ള ലോകത്തിലുള്ള എല്ലാ സിംഹാസനങ്ങളോടും സ്നേഹബന്ധത്തിൽ നിലനിന്നുകൊണ്ട് ഭാരതത്തിൻ്റെ ആ സ്വാതന്ത്ര്യം നിലനിർത്തുവാൻ, ദേശീയമായ സ്വാതന്ത്ര്യം നിലനിർത്തുവാൻ
അതേ അവസരത്തിൽ തന്നെ ഇവരുടെ എല്ലാം നല്ല അംശങ്ങളെ ഉൾക്കൊള്ളുവാൻ, അതേ ആരാധനയായാലും വേഷവിധാനങ്ങളായാലും നിയമസംവിധാനങ്ങളായാലും നല്ലത് ഉൾക്കൊണ്ടുകൊണ്ട് അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ് ഈ കൊച്ചു സഭ എന്നും ശ്രമിച്ചിട്ടുള്ളത്, ഇന്നും ശ്രമിക്കുന്നത്. ആരും നമ്മുടെ ശത്രുക്കളല്ല, എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. എന്നാൽ ഇത് സഭ പ്രഖ്യാപിക്കുന്ന നിലപാട്, അത് തെവോദോസ് തിരുമേനി ഒരു നിർണായക ഘട്ടത്തിൽ മലങ്കര സഭയ്ക്ക് വേണ്ടി പ്രഖ്യാപിച്ചു. സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഒരു സഭയിൽ ഒരു പട്ടിയെപ്പോലെ എന്നെ കുഴിച്ചിടേണ്ടി വന്നാലും, ഞാൻ പഴയ ചാണ്ടിയായി മാറിയാലും, സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഒരു സഭയിൽ ഞാൻ അംഗമായിരിക്കുകയില്ല എന്ന് പറയുവാനുള്ള ധൈര്യം അദ്ദേഹത്തിന് ലഭിച്ചു. ശ്രേഷ്ഠമായത് കണ്ടെത്തി തനിക്കുള്ളതെല്ലാം അത് വിറ്റ് അതിൻ്റെ പ്രത്യാഘാതങ്ങളൊന്നും മനസ്സിലാക്കാതെ അതിൻ്റെ മാധുര്യം മലങ്കര സഭയ്ക്ക് നൽകിയ പുണ്യപിതാക്കന്മാരാണ്. അവരുടെ സ്മരണ നമുക്ക് ശക്തി പകരട്ടെ. നമ്മുടെ ജീവിതത്തിലും വിലയേറിയത് കണ്ടെത്തുവാനുള്ള കഴിവ് ദൈവം നമുക്ക് തരട്ടെ. കണ്ടെത്തിയാൽ ഉള്ളതെല്ലാം വിറ്റ് എല്ലാ അഫിലിയേഷനും എല്ലാ പൊസഷനും മാറ്റിവെച്ച് അതിനെ അനുധാവനം ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ സമൃദ്ധിയായി നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.